ഈ സമീപകാലത്തൊന്നും കാണാത്ത രീതിയിൽ കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. ഇപ്പോഴും ഒരു അനുനയത്തിനോ പ്രതിഷേധം ശമിപ്പിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. പ്രവർത്തകർ ഇപ്പോഴും ആവശ്യത്തോടെ മുദ്രാവാക്യം വിളിച്ച് തെരുവീതികളെ സമരാഗ്നി പടർത്തുകയാണോ? പോലീസ് ഇപ്പോഴും പ്രതിഷേധക്കാരെ നേരിടുകയാണോ? സജോ, അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം തുടരുകയാണോ? സുഹൈൽ, ഇപ്പോഴും പോലീസ് പ്രവർത്തകരെ തുരത്താനുള്ള ശ്രമം തുടരുകയാണ്. അതിനിടെയാണ് കണ്ണിന് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയായ ജിഷ അഴീക്കോടിന് കണ്ണിന് പരിക്കേറ്റിട്ടുണ്ട്. അത് പോലീസിന്റെ ബലപ്രയോഗത്തിനിടെയാണ് എന്നാണ് നേതാക്കൾ ആരോപിക്കുന്നത്. അവരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ നീക്കിയിട്ടുണ്ട്. പക്ഷെ അവരെ ആശുപത്രിയിലേക്ക് മാറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇതിൽ അവർക്ക് പരിക്കേറ്റിട്ടുണ്ട്, കണ്ണിന് പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം മറ്റ് പ്രവർത്തകർ ഇതിനകം പോലീസ് ലാത്തി ചാർജ് നടത്തി ഒരു വിഭാഗം പ്രവർത്തകർ ഇവിടെ നിന്ന് തുരത്തിയിരുന്നു. അവർ പക്ഷേ പ്രതിഷേധം തുടരാനുള്ള സാധ്യതയുണ്ട്. ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും ഇവിടെയുണ്ട്. അവരെ കസ്റ്റഡിയിൽ എടുക്കാതെ പറഞ്ഞയക്കാനാണ് പോലീസ് ഇപ്പോൾ ശ്രമം നടത്തുന്നത്. അതിന് പ്രവർത്തകർ വഴങ്ങുന്നുവെന്ന് വേണം കരുതാൻ. കാരണം ബാക്കി നേതാക്കളെയൊക്കെ ഇതിനകം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും പ്രവർത്തകരും ഇവിടെ തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. അവരുടെ പ്രതിഷേധ പരിപാടിയൊക്കെ അവരിവിടെ തുടരാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്. മറുവിഭാഗത്ത് പോലീസ് പക്ഷേ കൂടുതൽ ഇനിയും പ്രതിഷേധം അവസാനിപ്പിച്ച് മടങ്ങണം, അതല്ലെങ്കിൽ അവശേഷിക്കുന്ന പ്രവർത്തകരെ കൂടി കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമം നടത്തും എന്ന നിലയ്ക്കാണ് അവരിപ്പോൾ അറിയിക്കുന്ന ഒരു കാര്യം. കാരണം ഈ ഫോഴ്സിനെ ദൃശ്യങ്ങളിൽ കാണാം. ഇത്ര വലിയ സേനയെ സാധാരണഗതിയിൽ യൂത്ത് കോൺഗ്രസ് സമരത്തെ നേരിടാൻ സമീപകാലത്ത് പോലീസ് ഇവിടെ വിന്യസിച്ചിട്ടില്ല. ഈ ഭാഗമൊക്കെ ഇതിനിടെ മറിച്ചിട്ട ഡിവൈഡറുകളൊക്കെ പോലീസ് നേരെ വെക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത്ര വലിയ ഫോഴ്സിനെയാണ്. നമുക്ക് റിജിൽ മാക്കുറ്റി നമ്മളോടൊപ്പം. വളരെ ക്രൂരമായ ലാത്തി ചാർജാണ് ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് നേരെ. വനിതകൾ ഉൾപ്പെടെ വസ്ത്രം കീറി ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. ക്രൂരമായ ലാത്തി ചാർജ് പല മേഖലയിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലാത്തി ചാർജ് കൊണ്ടൊന്നും പിരിഞ്ഞു പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധം ഞങ്ങൾ ഉയർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകും. ജീന കണ്ണിന് പരിക്കേറ്റ് ജീന, അതോടെ പ്രകീർത്തി KSU നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ജലവീരെങ്കിൽ പരിക്കേറ്റിട്ടുണ്ട്. ലാത്തി ചാർജ് ക്രൂരമായിട്ടാണ് ഞങ്ങളുടെ സഹപ്രവർത്തകന്മാരെ ലാത്തി ചാർജ് നടത്തിയത്. തീർച്ചയായും വലിയ പോലീസ് ആക്രമിക്കാൻ തന്നെ, പ്രത്യേകിച്ച് DYFI-ക്കാരായ ഗുണ്ടകളാണ് ഈ കാക്കി അണിഞ്ഞ് നിൽക്കുന്ന. ഇവർ പോലീസ് അല്ല, കാക്കിക്ക് തന്നെ അപമാനമായ വെറും തെരുവ് ഗുണ്ടകളാണ് ഈ കണ്ണൂരിലെ പോലീസ്. ആ ഗുണ്ടകളാണ് ഈ തോന്നിയവാസം കാണിക്കുന്നത്. രണ്ടുപേരും ചേർന്നിട്ടാണ് ഞങ്ങളുടെ സഹപ്രവർത്തകർ ബ്ലൗസ്. ഏത് സമരം നടത്തുമ്പോൾ സ്ത്രീകളുടെ മാനം കവരുന്ന നിലപാട്, അവരുടെ വസ്ത്രം കീറുന്ന ഏത് നിലപാടാണ്, ഏത് പോലീസാണ് ലാത്തി കൊണ്ട് കണ്ണിനടിക്കുക? സ്ത്രീകൾ ഉൾപ്പെടെ എത്ര ക്രൂരമായിട്ടാണ് പെരുമാറുന്നത്. ഇതിനു മുമ്പേ ഇവിടെ സമരം നടന്നിട്ടില്ലേ? ഇത് പിണറായി വിജയനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പോലീസ് നടത്തുന്നതെങ്കിൽ ഇവരോട് പറയാ എല്ലാ കാലവും പിണറായി വിജയൻ ഉണ്ടാവില്ല എന്ന്. P ശശിയുടെ വാക്ക് കേട്ടിട്ടാണ് ഈ നിലപാടെങ്കിൽ അനുഭവിക്കും കേരള കണ്ണൂരിലെ പോലീസ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സംഘർഷം തീർച്ചയായും ഞങ്ങൾ സമാധാനപരമായി. നിങ്ങൾ കണ്ടില്ലേ ഈ സമരത്തിനകത്ത് വലിയ പ്രകോപനം ഉണ്ടായോ? ആ പ്രകോപനത്തിന് മുമ്പ് തന്നെ പോലീസ് പ്രകോപനം സൃഷ്ടിച്ചതല്ലേ? പോലീസ് ഇത് ആക്രമിക്കാനും മർദ്ദിച്ചൊതുക്കാനും ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ്. ഇതിനകത്ത് ഭൂരിഭാഗം ആളുകൾ, എനിക്ക് തോന്നുന്നു, കാക്കി മാത്രം പുറകിൽ മുൻപിൽ മാത്രമേ കാക്കിയുള്ളൂ, ഉള്ളിൽ മുഖം ചോപ്പണിഞ്ഞ തെരുവ് ഗുണ്ടകളാണ് ഈ പോലീസ് എന്ന് പറയുന്ന ആളുകൾ. അതുകൊണ്ട് ശക്തമായ രൂപത്തിൽ പ്രതിഷേധം ഞങ്ങൾ തുടരും. ഇല്ല, അറസ്റ്റ് ചെയ്ത് അത് പോലീസുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യട്ടെ. അത് ഞങ്ങളുടെ വിഷയത്തിൽ അറസ്റ്റ് സ്വാഭാവികമായിട്ടുണ്ടാവും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് തുടരുകയാണ്. കണ്ണൂരിലെ മാർച്ചിൽ സംഘർഷഭരിതമായി പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. ഈ വാർത്തകളിലേക്ക് തന്നെ തിരികെ വരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം.